ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇതിനു മുമ്പേ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ക്യാൻസലൊക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ബുക്ക് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊബറിനാണ് പോകുന്നത്. സത്യത്തിൽ നമ്മൾ ലൊക്കേഷനൊക്കെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവറിനൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അടിച്ചു കൊടുത്തത് കേട്ടോ. പക്ഷെ പോയ സ്ഥലം നമ്മൾ പോകുന്ന വഴി കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് വേറെന്തോ സ്ഥലത്തേക്കാണ് എത്താൻ പോകുന്നത്. ശ്രീവാച്ചിന് ഇതിനിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ, ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളവിടെ സ്റ്റക്കായി പോയിട്ടോ. ഭയങ്കര ബ്ലോക്കും. അതുപോലെ മുംബൈ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലം കാണുന്നത് കേട്ടോ. എന്തോ ഒരു പട്ടിക്കാട് പോലും, മനുഷ്യനെ പോലും കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ചില വീടുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പക്ഷെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റക്കായത് കണ്ടോ, ഈ മണ്ണൊക്കെ വെച്ചിട്ടുള്ള മതിലൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബോംബെ വന്നിട്ട് കാണുന്നത് കേട്ടോ. ഇത്രയും ഡെവലപ്പ് ആകാത്ത സ്ഥലങ്ങളും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത്ഭുതമായി. പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ വേറെ റൂട്ടിലേക്ക് വന്നു കേട്ടോ. കാരണം നമ്മളവിടെ ബ്ലോക്കായിട്ട് കുറേ നേരം കിടന്നു. അങ്ങനെ നമ്മൾ റൂട്ട് മാറി വേറെ റൂട്ടിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ സ്ഥലത്തേക്ക് എത്തിയത് കേട്ടോ. ഇപ്പം നമ്മൾ റൂട്ടൊക്കെ മാറി വേറെ സ്ഥലം വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ ഉപ്പുപാടമാണ് കേട്ടോ. ഉപ്പൊക്കെ കൂട്ടിയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? 12 അവർ ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കഴിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു വിശപ്പാണല്ലോ. എന്തോ ഒരിക്കലും ഇല്ലാത്തൊരു തരത്തിലുള്ള ഒരു വിശപ്പ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലേറ്റായിട്ട് തന്നെയാണ് കഴിക്കാറ്. പക്ഷെ നമ്മളിന്ന് കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും വിശപ്പൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നിമ്മി എണീറ്റ് ചായയൊക്കെ ഇടുന്ന കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവളോടും കൂടെ നമുക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം ആ ചായയുടെ മണമൊക്കെ അടിച്ചിട്ട് എൻ്റെ ദൈവമേ, കുടിക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ നമുക്ക് കുടിക്കാമായിരുന്നു കേട്ടോ. പക്ഷെ അതും ലിമിറ്റഡ് ആയിട്ടുള്ളതേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പിൻ്റെ സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ടൈഫോയിഡ് വന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചാണ് കേട്ടോ, എന്തായാലും ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് നമ്മുടെ കൈ കാശ് കൂടുതൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇതുവരെ എടുത്തിട്ടില്ലാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. നമ്മളിങ്ങനെ പേ ചെയ്യുമ്പോൾ അയ്യോ നമ്മുടെ പൈസ ഇത്രയും പോവാണല്ലോ എന്ന് ഓർത്തൊരു വിഷമം വേണ്ട. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതായിട്ട് ഈ സീവാച്ചന് ഇവിടെ കിടന്ന് മനഃപൂർവ്വം ഒച്ച വെക്കുന്നതാണ് കേട്ടോ, ഇവൻ്റെ സൗണ്ട് ഇതിൽ കേൾക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ നമ്മളൊരു ഹോട്ടലിലേക്കാണ് പോയത് കേട്ടോ. അങ്ങനെ ഹോട്ടലിൽ നമ്മൾ പോയിട്ട് ബട്ടർ നാനും ബട്ടർ ചിക്കനും ആണ് നമ്മൾ ട്രൈ ചെയ്തത്. ബട്ടർ ചിക്കൻ സത്യത്തിൽ ഇത്രയും വൃത്തികെട്ട ബട്ടർ ചിക്കൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ വിശപ്പ് കാരണം അറിയാമല്ലോ, നമ്മൾ ഫാസ്റ്റിങ്ങിലായിരുന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു കേട്ടോ. പിന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു പാർക്ക് ഏരിയ ഒക്കെ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞാനും ശ്രീവാച്ചനും കുറേ നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. കാരണം നമുക്കിനി റിപ്പോർട്ട് വരാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ഐഡിയ വന്നത്. ഇതിനടുത്തായിട്ട് ഒരു മാളുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് മാൾ വരെ പോയിട്ടൊക്കെ വരാം. അപ്പോഴത്തേക്കല്ലേ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. സോറി, റിപ്പോർട്ടല്ല കേട്ടോ. റിപ്പോർട്ട് കിട്ടാൻ ഇനി 2 ദിവസം കൂടെ എടുക്കും. റിപ്പോർട്ടല്ല, നമുക്കിനി സ്ട്രെസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മാളിലെത്തി കേട്ടോ. അപ്പം നമുക്ക് മാളിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മുടെ സ്ലീവാച്ചിന് പാൻലൂംസിൽ നിന്നാണ് നമ്മൾ ഇവന് സാധാരണ രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാറുള്ളത്. മിക്കപ്പോൾ നമുക്കവിടെ ഓഫറുണ്ട്. നമ്മൾ ഇന്നാളൊരു ഓഫർ ചെയ്തിട്ട് കിടപ്പുണ്ട്. അങ്ങനെയാണ് അവിടെയും കയറി ഇവന് 2-3 ഡ്രസ്സൊക്കെ വാങ്ങിക്കാം. എല്ലാം ടൈറ്റൊക്കെ ആയി തുടങ്ങി. കുറേ പിന്നെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാറില്ലായിരുന്നു. കാരണം അന്ന് ഗിഫ്റ്റ് കിട്ടിയ ഒരുപാട് ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ടേ നമ്മൾ എടുക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഈ പല ബ്രാൻഡിൻ്റെ കുറേ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിനിയുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫൊക്കെ എനിക്കൊന്ന് ഇവിടെ വന്നിട്ട് ഒരുങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണാടിയിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരുങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പിന്നെ പാംലൂംസിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ കുറേ ഡ്രസ്സ് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സും കുറച്ച് നല്ല ഡ്രസ്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അവിടുത്തെ ഡ്രസ്സിൻ്റെ പ്രത്യേകത ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വീടിനടുത്ത് നമ്മളെത്തി. അവിടെ ഒരു ഫിഷ് മാർക്കറ്റ്, നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഫിഷ് മാർക്കറ്റ് ഇതുവരെ തപ്പി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഫിഷ് മാർക്കറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 5:30 സമയമൊക്കെ ആയിരുന്നു കേട്ടോ. ഈശോയെ, നമുക്കവിടെ നിൽക്കാൻ പറ്റാത്ത തിരക്കും അതുപോലെ തന്നെ ഒച്ചയും ബഹളവും ഒക്കെ കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ. അതുപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഒന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ. എന്താ പറയണ്ടേ, വലിയ ഹോൾസെയിലായിട്ട് ആൾക്കാർ വന്ന് എടുക്കുന്ന സ്ഥലമാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കുമ്പോൾ ഇത് ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞങ്ങളോട് 7,000 രൂപയ്ക്ക് എടുത്തോളാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറും 1,000 രൂപയുടെ മീൻ വാങ്ങിക്കാൻ പോയി നമ്മളോട് 7,000 8,000 കഥയൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ.
അങ്ങനെ നമ്മൾ കുറച്ച് പോംപ്ലേറ്റും അതുപോലെ തന്നെ മത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാവേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.